കൈനില എന്ന പേരിൽ ചേന്നമംഗലം പാലിയം പലമരത്തണലിൽ നടക്കുന്ന ത്രിദിന ചിത്രശില്പകല ക്യാമ്പ് ഡോക്ടർ അജയ് എസ് ശേഖർ ഉദ്ഘാടനം ചെയ്തു. ഈ ക്യാമ്പ് നടത്തുന്നതിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ ഷൈൻ കൂടെ വേണമെന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഷൈൻ കൂടെ ക്യാമ്പിനോടൊപ്പം വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. അതുകൊണ്ട് ഈ ക്യാമ്പ് കൈനിലയുടെ ക്യാമ്പ് ഷൈനിന് വേണ്ടിയാണ്. വളരെ ചരിത്രപരവും പാരിസ്ഥിതികവും ആയി പ്രത്യേകതകളുള്ള ഈ പഴയ പുരാതന ഭവനത്തിൻ്റെ അതിനെ സറൗണ്ട് ചെയ്യുന്ന ഈ കാട്ടിൽ പല മരത്തണലിൽ എന്ന് പറയുന്ന നമ്മുടെ സെൽവരാജൊക്കെ വിശദീകരിച്ചതുപോലെ പല മരങ്ങളുടെ തണലുകൾ അവയുടെ ജീവവായു, വെളിച്ചം, ജലം, ജീവജലം ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഈ മണ്ണിൽ, പാലിയത്തിൻ്റെ മണ്ണിൽ, കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ചരിത്രത്തിൽ നിർണായകമായിട്ടുള്ള ഒരു ഇടവും കൂടിയാണ്. ഏറ്റവും നിർണായകമായ ഇടമാണ് പാലിയം എന്ന് പറയുന്നത്. പാലിയം എന്ന് പറഞ്ഞാൽ തന്നെ പാലിയുടെ ഇടം എന്നാണ് അർത്ഥം. പരിപാലിക്കുന്നത് എന്നാണ് പാലി അല്ലെങ്കിൽ പാലിയം എന്ന് പറഞ്ഞാൽ അർത്ഥം. പാലി ഭാഷയുടെ തന്നെ ഒരു പേരാണ് അത്. എന്ന് പറഞ്ഞാൽ ബുദ്ധവചനത്തെ പരിപാലിക്കുന്നത് മറ്റൊന്നിനെയോ അല്ല, സത്യത്തെയും നീതിയെയുമാണ്. ധമ്മചിന്തയെയാണ് പാലി പരിപാലിക്കുന്നത്. അപ്പോ ബുദ്ധവചനത്തെ പരിപാലിക്കുന്നത് കൊണ്ടാണ് ആ ഭാഷയ്ക്ക്, പ്രാകൃത ഭാഷയ്ക്ക്, അർത്ഥമാഗധി പ്രാകൃത ഭാഷയ്ക്ക് ഈ പാലി എന്നുള്ള പേര് വന്നത്. ആ വാക്ക് ഗ്രീക്ക് ഭാഷയിലേക്കും ഗ്രീക്കിലേക്കും ലാറ്റിനിലേക്കും വന്നിട്ട് എല്ലാ യൂറോപ്യൻ ഭാഷകളിലേക്കും ജർമ്മനിലേക്കും ഇംഗ്ലീഷിലേക്കും വന്നിരിക്കുകയാണ്. പാലിയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കവറിനാണ് ഗ്രീക്ക് ഭാഷയിലും ജർമാനിക് ഭാഷകളിലും ഇന്ന് പാലിയം എന്ന് പറയുന്നത്. ഇപ്പോൾ ബുദ്ധവചനത്തെ പരിപാലിക്കുന്നതായിരുന്നു. ബുദ്ധന്റെ മസ്തിഷ്കത്തെ, ബുദ്ധന്റെ ചിന്തയെ, ബുദ്ധന്റെ നീതി ചിന്തയെ, ധമ്മത്തെ സംവഹിക്കുന്ന ഒരു ഭാഷയായിരുന്നു, ജനങ്ങളുടെ ഭാഷയായിരുന്നു. മാഗധി പ്രാകൃതായിരുന്നു. അവിടുത്തെ അടിസ്ഥാന ജനതകളും പണിയെടുക്കുന്ന ബഹുജനങ്ങളും സ്ത്രീകളും സാധാരണക്കാരും സംസാരിച്ചു കൊണ്ടിരുന്ന ആ ഭാഷയിലാണ് തൻ്റെ ചിന്ത, തൻ്റെ സുവിശേഷം, വ്യത്യസ്തമായ തൻ്റെ സുവിശേഷം, അനിത്യവാദം, അനാത്മവാദം, സമുദയവാദം അദ്ദേഹം അവതരിപ്പിച്ചു. അപ്പൊ അങ്ങനെയാണ് അതിന് പാലി എന്ന് പേര് കിട്ടിയത്. നമ്മുടെ നിരവധി സ്ഥലങ്ങളിൽ പാലിയക്കരകളുണ്ട്, പാലിയങ്ങളുണ്ട്. അതുപോലെ തന്നെ പാലിയുമായി ബന്ധപ്പെട്ട നിരവധി സ്ഥലനാമങ്ങൾ കേരളത്തിലും സൗത്ത് ഇന്ത്യയിലും എമ്പാടും ചിതറിക്കിടക്കും. തമിഴകത്ത് മുഴുവൻ അതിൻ്റെ ചേര, ചോള, പാണ്ഡ്യ, പല്ലവ ദേശങ്ങളിലെല്ലാം പാലിയുടെ മുദ്രകളാണ് സ്ഥലനാമങ്ങളിൽ ആഴ്ന്ന് ഇറങ്ങിക്കിടക്കുകയാണ്. VVK വാലത്തൊക്കെ അതിനെക്കുറിച്ച് വിശദമായിട്ട് എറണാകുളം ജില്ലയുടെയും തൃശ്ശൂർ ജില്ലയുടെയും പാലക്കാട് ജില്ലയുടെയും തിരുവനന്തപുരം ജില്ലയുടെയും ഒക്കെ സ്ഥലനാമ ചരിത്രങ്ങൾ സാഹിത്യ അക്കാദമിക്ക് വേണ്ടി എഴുതിയ നമ്മുടെ കൊച്ചിക്കാരനായിട്ടുള്ള പണ്ഡിറ്റ് കറുപ്പന്റെ അയൽവാസിയായിരുന്ന അദ്ദേഹത്തിന്റെ ജീവചരിത്രം എഴുതിയ VVK വാലത്ത്, വടക്കേ വാലത്തെ ആ വാലത്ത് അദ്ദേഹം അതിനെക്കുറിച്ച് വിശദമായിട്ട് എഴുതി. ഞാൻ സൂചിപ്പിച്ചത് നാം ഇരിക്കുന്ന മണ്ണ് എന്തുമാത്രം പ്രബുദ്ധമാണ്, എന്തുമാത്രം ചരിത്ര പ്രസക്തമാണ് എന്ന് സൂചിപ്പിക്കാനാണ്. കലയുടെ മേഖല വെച്ചാണ് പരിചയപ്പെടുന്നത്. ഒരുപാട് സംസാരങ്ങളും തർക്കങ്ങളും യോജിപ്പുകളും കൂടിയിട്ടാണ് ഒരുമിച്ച് പോകുന്നത്. അതിനകത്ത് എരമല്ലൂർ നമ്മുടെ ശിവദാസാണ് യഥാർത്ഥത്തിൽ ഷൈനാരായണായിട്ടൊരു പരിചയം ഉണ്ടാക്കി തരുന്നത്. പതിയെ കലയുടെ മേഖലയിലേക്ക് ഷൈനാരായണൻ സജീവമാവുന്നുണ്ട്. അങ്ങനെയാണ് ബന്ധങ്ങൾ കൂടുതൽ ദുർലഭമാവുന്നത്. ഒരുപക്ഷെ ഷൈൻ്റെ ദാമ്പത്യത്തെക്കാളും ഒക്കെ പഴക്കമുള്ള ഒരു പരിചയം എനിക്ക് ഷൈനുമായിട്ടുണ്ടായിരുന്നു. വളരെ ടെൻഡർ ഏജിൽ തന്നെ, വളരെ ചെറുപ്പത്തിൽ തന്നെ, ഞാനും അന്ന് ചെറുപ്പകാലമായിരുന്നു, വൈപ്പിൻ സമരമൊക്കെ നടക്കുന്ന സമയം. അപ്പോൾ രാജു അന്ന് RLVയിൽ വിദ്യാർത്ഥിയായിട്ട് വരുന്നു. RLVയിൽ സമരം നടക്കുന്നു. സമരങ്ങളുടെ ഒരു വേലിയേറ്റം തന്നെ ഉണ്ടായിരുന്ന ആ സമയത്താണ് ഷൈനെ പരിചയപ്പെടുന്നത്. അപ്പം വളരെ വൈകാരികമായിട്ടൊരു അവസ്ഥയിലാണ് നമ്മളുണ്ടായിരുന്നത്. ഒരുപക്ഷെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഷൈൻ്റെ ഒരു ഇങ്ങനെ അനുസ്മരിച്ചുകൊണ്ടുള്ള ഒരു ചിത്രകലാ ക്യാമ്പിൽ നമുക്ക് പങ്കെടുക്കേണ്ടി വരുമെന്ന് ഒരിക്കൽ പോലും നമ്മൾ വിചാരിച്ചിട്ടില്ല. അത്രമാത്രം ഷൈൻ്റെ ഒരു അനുസ്മരണ കൂടിച്ചേരൽ, ഒരു ഭാഗമാക്കുക എന്നുള്ളത് ഒരു സഹോദരനെ സംബന്ധിച്ചിടത്തോളം
അതിൻ്റെ ഒരു തീക്ഷ്ണത അറിയാമല്ലോ. വളരെ മാനസിക സംഘർഷങ്ങളിലൂടെ ആയിരിക്കും നമ്മൾ കടന്നു പോകുന്നത്. അതിൽ ഞാൻ ഈ ഒരു പരിപാടി സംഘടിപ്പിച്ച എല്ലാവർക്കും നന്ദി പറയാ. ഷൈനെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് നമ്മുടെ എഴുപള്ളി ശിവദാസൻ വഴിയാണ് പരിചയപ്പെട്ട് കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി ഷൈനെ ഞാൻ വളരെ മുമ്പേ പരിചയപ്പെട്ട ഒരാൾ. ഞാൻ ഈ സ്ഥലം എടുത്തിട്ട് 2 വർഷത്തോളം എടുത്ത അന്ന് മുതൽ ഒരു മിക്ക ഞായറാഴ്ചകളിലും രാജു ഷൈനൂരും രാവിലെ തൊട്ട് വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം പോവുക. ഞങ്ങൾ ഒരുപാട് ചർച്ചകൾ ചെയ്യാറുണ്ട്. ഇതൊക്കെ അതുപോലാത്ത ഈ പരമ്പരക്കനകത്ത് തന്നെ ഇരുന്നാണ് സംസാരിച്ചത്. PH ഹോജിമിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ PJ ശിവദാസൻ, അഡ്വക്കേറ്റ് സിദ്ദിഖ്, ശശികുമാർ, അനിൽ KV, സെൽവരാജ്, VN രാധാകൃഷ്ണൻ, നമിത ഷൈൻ തുടങ്ങിയവർ സംസാരിച്ചു.